പ്രിയപ്പെട്ട കുട്ടികളെ, 9ാം ക്ലാസ്സിലെ IT പാഠപുസ്തകത്തിലെ രണ്ടാമത്തെ ചാപ്റ്ററായ സ്റ്റൈൽസ് ടു ഗെറ്റ് ഇറ്റ് ഓൾ ഇൻ സ്റ്റൈൽ അഥവാ സ്റ്റൈലാക്കാൻ സ്റ്റൈലുകൾ എന്ന പാഠഭാഗം നമുക്കൊന്ന് നോക്കിയാലോ. ചാപ്റ്റർ 2 OCR to input text. Text input ചെയ്യാൻ OCR. There are many ways to input the content of a document into the computer without typing using the keyboard. കീബോർഡ് ഉപയോഗിച്ച് ടൈപ്പ് ചെയ്യാതെ തന്നെ ഡോക്യുമെന്റിലെ ഉള്ളടക്കം കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നതിന് ചില മാർഗങ്ങളുണ്ട്. വൺ ഓഫ് ദം ഈസ് ദി OCR, Optical Character Recognition Technique. OCR is a technique that recognizes the character in an image file or scan document and convert them into text. ചിത്ര ഫയലിലോ സ്കാൻ ചെയ്ത ഡോക്യുമെന്റിലോ ഉള്ള അക്ഷരങ്ങളെ തിരിച്ചറിഞ്ഞ് ടെക്സ്റ്റ് ആക്കി മാറ്റുന്ന ഒരു സങ്കേതമാണ് എന്ത് OCR. Tesseract OCR, GOCR and ECOCR are such software. ഇതൊക്കെ അണ്ടർലൈൻ ചെയ്ത് വെക്കുക, തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. The G-Image Reader on our computer is an OCR application. നമ്മുടെ കമ്പ്യൂട്ടറിലുള്ള G-Image Reader എന്നത് ഒരു OCR application ആണ്. If you convert the pages of a book into image file or PDF file and feed them to the software, the characters in them will be recognized by G-Image Reader and convert into text. പുസ്തകത്തിലെ പേജുകളെ ചിത്ര ഫയലുകളോ PDF ഫയലുകളോ ആക്കി ഈ സോഫ്റ്റ്വെയറിലേക്ക് നൽകിയാൽ അവയിലെ അക്ഷരങ്ങൾ എന്ത് ചെയ്യും? ഈ G-Image Reader തിരിച്ചറിഞ്ഞിട്ട് നമുക്ക് ഏത് രൂപത്തിൽ തരും? ടെക്സ്റ്റ് രൂപത്തിൽ തരും. ഓക്കെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്കിപ്പോൾ ഒരു നോട്ട് തയ്യാറാക്കണം, അല്ലെങ്കിൽ ഒരു സെമിനാർ പ്രിപ്പയർ ചെയ്യണം. അപ്പം നമുക്കൊരു പേജിലുള്ള ഒരു കാര്യങ്ങൾ, അല്ലെങ്കിൽ നമുക്കൊരു മാഗസിൻ്റെ പേജിലുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടണമെങ്കിൽ ആദ്യമൊക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ടൈപ്പ് ചെയ്ത് ചേർക്കൂലേ? അത് നോക്കിയിരുന്ന് ടൈപ്പ് ചെയ്യും. ഇപ്പോൾ അത് വേണോ? വേണ്ട. ഇതുപോലത്തെ ഈ OCR സോഫ്റ്റ്വെയറിലിട്ട് നമ്മൾ ഈ ഒരു പേജ് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്ത് ചെയ്യും? ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടും. അത് നമുക്ക് എന്ത് ചെയ്യാം? LibreOffice റൈറ്ററിൽ ഇട്ടിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് നോട്ട്സ് തയ്യാറാക്കാം, സെമിനാർസ് തയ്യാറാക്കാം. അങ്ങനെ ഒരുപാട് യൂസസ് ഉണ്ട് അല്ലേ? ഓക്കെ, ഇനി ദ മെത്തേഡ് ഓഫ് കൺവേർട്ടിംഗ് ദ കണ്ടന്റ് ഓഫ് ആൻ ഇമേജ് ഫയൽ ഇൻ ടു ടെക്സ്റ്റ് യൂസിങ് G-Image Reader ഇസ് ഗിവൺ ബിലോ. ഓക്കെ, ഇവിടെ നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 kummati.png എന്ന് പറഞ്ഞിട്ട് ഒരു ഇമേജ് കൊടുത്തിട്ടുണ്ട്. അതിനെ ഈ G-Image Reader എന്ന് പറയുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് അതിലെ ടെക്സ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിലെ ക്യാരക്ടറിനെ നമ്മൾ ടെക്സ്റ്റ് രൂപത്തിലാക്കണം. ഓക്കെ, അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ സോഫ്റ്റ്വെയർ ഒന്ന് ഓപ്പൺ ചെയ്യാം. ഇവിടെ നമ്മൾ ഷോ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഈ ടൈപ്പ് ടു സെർച്ച് എന്നുള്ളടത്ത് നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ സോഫ്റ്റ്വെയറിൻ്റെ പേരിലെ G-Image Reader എന്നാണ്. നമ്മളത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതിൽ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ സോഫ്റ്റ്വെയർ ഇവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ആ ഒരു ഇമേജിനെ കൊണ്ടുവരണം. ഇവിടെ ആഡ് ഇമേജ് എന്നുള്ളടത്ത് എന്ത് ചെയ്യുക? ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 ഈ ഒരു ഇമേജ് ഇവിടുന്ന് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. എന്നിട്ട് ഇവിടെ മുകളിൽ ഇതിപ്പോൾ നമുക്ക് ഏത് ലാംഗ്വേജ് ആണെങ്കിലും ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ മലയാളം തന്നെയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഇപ്പോൾ ഇവിടെ ഓൾറെഡി മലയാളം സെലക്റ്റഡ് ആണ്. ഇനി മാറ്റി കൊടുക്കണമെങ്കിൽ വേറെ ലാംഗ്വേജസ് ഒക്കെ ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. എന്നിട്ട് ഇവിടെ ഈ റെക്കഗ്നൈസ് ഓൾ എന്നുള്ളതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതിലെ ക്യാരക്ടേഴ്സ് നമുക്കൊരു ടെക്സ്റ്റ് രൂപത്തിലായിട്ട് നമുക്കിവിടെ റൈറ്റ് സൈഡിൽ കാണാൻ പറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സേവ് ചെയ്യാം. ഓക്കെ, ഈ ഒരു ഔട്ട്പുട്ട് നമുക്ക് സേവ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 9 നിങ്ങൾക്ക് ഇവിടെ ഒരു ഫയൽ നെയിം കൊടുത്തിട്ട് എന്ത് ചെയ്യുക? സേവ് ചെയ്ത് കൊടുക്കുക.
ഓക്കെ കൊടുത്തു. ഓക്കെ, ഈ ഒരു രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ഇമേജിലുള്ള ക്യാരക്ടേഴ്സിനെ ടെക്സ്റ്റ് രൂപത്തിലാക്കാം. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് എന്ത് ചെയ്യാം, കോപ്പി ചെയ്തിട്ട് നമ്മുടെ റൈറ്ററിലൊക്കെ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, നമ്മളിപ്പോൾ നോട്ട്സ് തയ്യാറാക്കാനും സെമിനാർ തയ്യാറാക്കാനും അങ്ങനെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പമാണ് അല്ലേ. നമ്മൾ അല്ലെങ്കിൽ എന്ത് ചെയ്യണം, ഇത് നോക്കി നമ്മൾ മലയാളത്തിൽ ഇരുന്ന് ടൈപ്പ് ചെയ്യണം. ഇതാകുമ്പോൾ നമുക്ക് വളരെ സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി ഞാനിത് ക്ലോസ് ചെയ്യാണ്. ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക്, സ്റ്റൈൽ ദ ഡോക്യുമെൻറ്റ്. ഓക്കെ, സ്റ്റൈൽ ദി ഡോക്യുമെൻറ്റ്. നമ്മുടെ OCR സോഫ്റ്റ്വെയർ അല്ലേ, നമ്മളിപ്പോൾ കമ്പ്യൂട്ടർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഇമേജ് റീഡർ ഉപയോഗിച്ചിട്ട് ചെയ്തത്. ഇന്ന് നമുക്ക് മൊബൈൽ ഫോണിലൊക്കെ ഇത് ചെയ്യാൻ പറ്റും കേട്ടോ. മൊബൈൽ ഫോണിൽ നമുക്ക് ഓൺലൈനായിട്ടൊക്കെ ഇതിന് ഒരുപാട് സൈറ്റുകളുണ്ട്. അതിൽ നമ്മൾ കൊണ്ടുപോയിട്ട് ഒരു ഇമേജ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ടെക്സ്റ്റ് രൂപത്തിൽ കിട്ടും. ഓക്കെ, നമുക്ക് കമ്പ്യൂട്ടറിൽ നമുക്ക് പഠിക്കാനുള്ള ഒരു സോഫ്റ്റ്വെയർ ഇതാണ്. പക്ഷേ പലർക്കും സംശയം തോന്നും, അയ്യോ ഇത് നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാം. ഓക്കെ, അങ്ങനെയും പലരും കൺവേർട്ട് ചെയ്യാറുണ്ട്. അങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഇപ്പോൾ പഠിക്കാനുള്ള സോഫ്റ്റ്വെയർ ഇമേജ് റീഡറാണ്. അതുകൊണ്ടാണ് അത് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തന്നത്. ഓൺലൈനായിട്ടും പല രീതിക്കും നമുക്കിത് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത ടോപ്പിക്ക്, സ്റ്റൈൽ ദി ഡോക്യുമെൻറ്റ്. Today we get to read many publications, both digital and offline, such as newspaper, magazine, etc. Have you noticed how beautifully and differently the content of all such publications are organized? Each one has its own design. നമുക്ക് കിട്ടുന്ന മാഗസീൻസ് ആയിക്കോട്ടെ, ന്യൂസ് പേപ്പേഴ്സ് ആയിക്കോട്ടെ, ഏതൊക്കെ രീതിക്കാണ് അത് അറേഞ്ച് ചെയ്തിട്ടുള്ളത് അല്ലേ. മൊത്തത്തിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അല്ലേ. ഇപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് തന്നെ ഒന്ന് നോക്കി നോക്കിയേ, എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത് അല്ലേ. ഹെഡിങ്ങുകളെല്ലാം ഒരേ രീതിക്കായിരിക്കും, സബ് ഹെഡിങ്ങുകളെല്ലാം ഒരേ രീതിക്കായിരിക്കും അല്ലേ. അതിനൊക്കെ ഒരേ ഫോണ്ട് സൈസ് ആയിരിക്കും. പാരഗ്രാഫ് എല്ലാം ഒരേ രീതിക്കായിരിക്കും, പാരഗ്രാഫിനൊക്കെ ഒരേ ഫോണ്ട് സൈസ് ആയിരിക്കും. വളരെ കൃത്യമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ടാവും, അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള നമ്മുടെ ഫസ്റ്റ് ആക്ടിവിറ്റി, നമ്മളിപ്പോൾ ഒരു ആക്ടിവിറ്റി ചെയ്തു, ഇത് നമ്മുടെ സെക്കൻഡ് ആക്ടിവിറ്റി. പക്ഷേ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന ടോപ്പിക്കിൽ നമ്മുടെ ഫസ്റ്റത്തെ ആക്ടിവിറ്റി നമ്മൾ ചെയ്യാം. അതിൻ്റെ മുന്നേ എന്താണ് സ്റ്റൈൽ, ഓക്കെ, നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് സ്റ്റൈൽ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. We identify the heading in a book based on their font, color, size and distance from the margin. ഓക്കെ, ഇവിടെ ഒരു പുസ്തകത്തിലെ ശീർഷകങ്ങളെ നാം തിരിച്ചറിയുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അക്ഷരരീതി, നിറം, വലുപ്പം, മാർജിനിൽ നിന്നുള്ള അകലം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് അല്ലേ. ഓക്കെ, LibreOffice Writer has a facility to predefine such format for the content of the document. റൈറ്റർ സോഫ്റ്റ്വെയറിൽ ഡോക്യുമെന്റിലെ ഉള്ളടക്കങ്ങൾക്ക് വേണ്ട ഇത്തരം ഫോർമാറ്റുകൾ മുൻകൂട്ടി നിർവചിച്ച് വെക്കാനുള്ള സൗകര്യമുണ്ട്. സ്റ്റൈൽസ് ആർ പ്രീഡിഫൈൻഡ് ഫീച്ചേഴ്സ് ഓഫ് ഹെഡിംഗ്, പാരഗ്രാഫ് ആൻഡ് പേജസ്. ശീർഷകങ്ങൾ, ഖണ്ഡികകൾ, പേജുകൾ, ലിസ്റ്റുകൾ, ടേബിളുകൾ എന്നിവയുടെ പ്രത്യേകതകൾ മുൻകൂട്ടി നിർവചിച്ച് വെക്കുന്നതാണ് സ്റ്റൈലുകൾ എന്ന് അറിയപ്പെടുന്നത്. These styles can be used later in the document as needed. ഈ സ്റ്റൈലുകൾ പിന്നീട് ഡോക്യുമെന്റിൽ ആവശ്യത്തിനനുസരിച്ച് ഉപയോഗിക്കാൻ എന്ത് ചെയ്യും, സാധിക്കും. നമുക്ക് ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 sample.ott എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഫയലുണ്ട്. ആ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് അതിലെ ഹെഡിങ്ങുകളൊക്കെ ഒന്ന് ഡിഫൈൻ ചെയ്യാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ സ്റ്റൈൽ എന്ന് പറയുന്ന നമ്മൾ രണ്ടാമത്തെ ടോപ്പിക്കിലോട്ടാണ് നമ്മൾ കടന്നത്, അതിലെ ഫസ്റ്റ് ആക്ടിവിറ്റി. ഓക്കെ, നമുക്കതൊന്ന് ചെയ്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഹോമിലെ സ്കൂൾ റിസോഴ്സസ് ക്ലാസ് 9 sample.ott. അതിൻ്റെ മുന്നേ നമുക്ക് ഇവിടെ ഒരു sample.pdf എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് അല്ലേ. അത് ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം. ഈ ഒരു രീതിക്ക് ഇതിനെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങളൊന്ന് നോക്കി ഹെഡിങ്ങുകളൊക്കെ വളരെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സബ് ഹെഡിങ്ങുകളൊക്കെ വേറെ കളർ കൊടുത്തിട്ടുണ്ട്. പാരഗ്രാഫിനൊക്കെ ഒരു പ്രത്യേക ഭംഗി കൊടുത്തിട്ടുണ്ട് അല്ലേ. പ്രത്യേക രീതിക്കാണ് പാരഗ്രാഫൊക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, ഫോർമാറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ
എല്ലാതും നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഫോർമാറ്റിംഗ് ചെയ്തിട്ടുണ്ട് അല്ലേ. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് അല്ലേ, നമുക്ക് വായിക്കാനൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മുടെ ഈ ഒരു sample.ott ആക്കി മാറ്റേണ്ടത്. അതൊന്ന് ജസ്റ്റ് ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാണ്. ഇനി നമ്മളോട് ആദ്യത്തെ ആക്ടിവിറ്റി പറഞ്ഞിട്ടുള്ളത്, ഈ ആദ്യത്തെ ഹെഡിങ്ങിന് എന്ത് ചെയ്തു, സെലക്ട് ചെയ്തു. ആദ്യത്തെ ഹെഡിങ്ങിനെ ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് നമ്മുടെ സ്റ്റൈൽ ബോക്സ്, അതായത് ഫോർമാറ്റിംഗ് ടൂൾ ബാറിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ ഒരു സ്റ്റൈൽ ബോക്സ് ഓക്കെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടുന്ന് നമ്മളോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്, ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇപ്പം ഞാനിത് അവിടെ ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇപ്പം ഇവിടെ എന്ത് മാറ്റാണ് വന്നത് ഒന്ന് നോക്കി നോക്കൂ. നമ്മുടെ ഈ ഒരു വേർഡിലെ നമ്മൾ സെലക്ട് ചെയ്ത ഈ ഒരു വേർഡിൻ്റെ ഫോണ്ട് സൈസ് കൂടി അതൊരു ബോൾഡായി മാറി അല്ലേ, ഒരു ഹെഡിങ്ങിൻ്റെ രീതിക്ക് വന്നു. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിലെ കാര്യങ്ങളൊന്ന് വായിച്ചു നോക്കാം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ മാറ്റം വന്നെന്നുള്ളത് നമ്മൾ നോക്കി. ഹെഡിങ് 1 is a style that defines some features for main heading. അപ്പോൾ നമ്മൾ എന്താ അവിടെ ചെയ്തത്, നമ്മൾ ആ ഒരു വേർഡിനെ സെലക്ട് ചെയ്തു, സ്റ്റൈൽ ബോക്സിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു അല്ലേ, ഹെഡിങ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനൊരു മാറ്റം വന്നു അല്ലേ, ഫോണ്ട് സൈസ് കൂടി ബോൾഡായി അല്ലേ. അപ്പോൾ ഇവിടെ ഹെഡിങ് 1 എന്ന് പറഞ്ഞ സ്റ്റൈൽ എന്താണ്, പ്രധാന ശീർഷകങ്ങൾക്ക് വേണ്ടി ചില പ്രത്യേകതകൾ നിർവചിച്ച് വെച്ചിട്ടുള്ള ഒരു സ്റ്റൈലാണ് എന്ത്, ഹെഡിങ് 1 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി when this style is applied, the software recognizes the word we have selected as a heading and applies the format defined in the style to that heading. അതായത് ഈ സ്റ്റൈൽ പ്രയോഗിക്കുമ്പോൾ നാം സെലക്ട് ചെയ്ത വാക്ക് എന്താ, ഒരു ശീർഷകമായി തിരിച്ചറിഞ്ഞ് പ്രസ്തുത സ്റ്റൈലിൽ നിർവചിച്ചു വെച്ചിട്ടുള്ള ഫോർമാറ്റുകൾ ആ ശീർഷകത്തിന് നൽകുകയാണ് എന്ത് ചെയ്യുന്നത്, സോഫ്റ്റ്വെയർ ചെയ്യുന്നത് അല്ലേ. നമ്മളിവിടെ ആ ഒരു വേർഡിനെ, നോർമൽ ഒരു വേർഡിനെ ഹെഡിങ് 1 എന്ന് പറഞ്ഞു കൊടുത്തപ്പോൾ ഹെഡിങ് 1 എന്ത് ഉള്ള പ്രത്യേകതകളൊക്കെ ആർക്ക് വന്നു, നമ്മൾ ആ സെലക്ട് ചെയ്ത വേർഡിന് വന്നു. ഓക്കെ, ഇതുപോലെ ഇപ്പം നമ്മൾ വീണ്ടും നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ നമ്മളിപ്പോൾ ഹെഡിങ് 1 എന്ന് കണ്ടു അല്ലേ. ഇതുപോലെ തന്നെ ഇവിടെ നമ്മൾ മോർ സ്റ്റൈൽസ് എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയേ, ഇതുപോലെ നമുക്ക് എന്ത് വരും, ഈ ഒരു സ്റ്റൈൽ വിൻഡോ അല്ലേ നമുക്ക് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ ഒരുപാട് സ്റ്റൈൽസ് അവൈലബിൾ ആണ്. പാരഗ്രാഫ് സ്റ്റൈല്, ക്യാരക്ടർ സ്റ്റൈല്, ഫ്രെയിം സ്റ്റൈല്, പേജ് സ്റ്റൈല്, ലിസ്റ്റ് സ്റ്റൈല്, ടേബിൾ സ്റ്റൈല്. ഇതൊക്കെ അറിഞ്ഞിരിക്കണം. തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. ഈ ഒരു ഭാഗത്ത് നിന്നൊക്കെ തിയറി ക്വസ്റ്റ്യൻ ചോദിക്കാൻ സാധ്യത ഉണ്ട്. അപ്പോൾ ഇത് ആദ്യത്തേത് പാരഗ്രാഫ് സ്റ്റൈല്, ക്യാരക്ടർ സ്റ്റൈല്, ഫ്രെയിം സ്റ്റൈല്, പേജ് സ്റ്റൈല്, ലിസ്റ്റ് സ്റ്റൈല്, ടേബിൾ സ്റ്റൈല്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യത്തെ ഹെഡിങ്ങിന് നമ്മൾ ഹെഡിങ് 1 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ മോർ സ്റ്റൈൽസിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു സ്റ്റൈൽ ജാലകം നമുക്ക് കിട്ടും. ഇത് ഇങ്ങനെയും കിട്ടും, അല്ലെങ്കിൽ നമുക്ക് ഇവിടെ ഈ സൈഡ് ബാറിലുള്ള ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്താലും നമുക്ക് കിട്ടും. അല്ലെങ്കിൽ നമ്മുടെ കീബോർഡിലെ F1 കീ ഉപയോഗിച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റൈൽ വിൻഡോ കൊണ്ടുവരാം. ഇനി ഞാനിതവിടെ ഈ ആദ്യത്തെ ഹെഡിങ്ങിന്, നമ്മുടെ മെയിൻ ഹെഡിങ്ങിന് സ്റ്റൈൽ 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. മെയിൻ ഹെഡിങ്ങിന് ഞാൻ ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി എനിക്ക് അടുത്ത മെയിൻ ഹെഡിങ്ങിനൊക്കെ ഇതേ ഫോർമാറ്റ് കൊണ്ടുവരണം. വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ സെലക്ട് ചെയ്തിട്ട് ഇവിടുന്ന് ഹെഡിങ് 1 കൊടുക്കാം, ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇവിടെയുള്ള ഈ ഫിൽ ഫോർമാറ്റ് മോഡ്. ഓക്കെ, ഞാൻ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ നമ്മുടെ കേഴ്സർ എന്തായി മാറി, ഒരു പെയിൻറ് ബക്കറ്റിൻ്റെ രൂപത്തിലായി മാറി അല്ലേ. ഇപ്പം ഞാൻ അവിടെ കൃഷി ആചാരങ്ങൾ, നമ്മുടെ മെയിൻ ഹെഡിങ്ങിനല്ല ഞാൻ ഇത് കൊടുക്കുകയാണ്, ഹെഡിങ് 1 എന്നുള്ള സ്റ്റൈൽ കൊടുക്കണം കേട്ടോ. ഇതേ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാം, കൊടുക്കാം. ഉണ്ടോ? അപ്പോൾ ഇത് പോകാൻ വേണ്ടിയിട്ട് വീണ്ടും ഈ ഒരു ഐക്കണിൽ വന്നിട്ട് ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിലാണ് ആ ഒരു സെലക്ഷൻ പോവുള്ളൂ. ഇതേ രീതിക്ക് നമ്മൾ എന്ത് ചെയ്തു, എല്ലാ മെയിൻ ഹെഡിങ്ങിനും നമ്മൾ എന്ത് ചെയ്തു, ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുത്തു. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഒരു
ടൂള് അല്ലേ, ഈ ഫിൽ ഫോർമാറ്റ് മോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടൂള് എന്തിന് യൂസ് ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഫിൽ ഫോർമാറ്റ് ഈസ് എ ടെക്നിക് ദാറ്റ് ഹെൽപ്സ് ടു ഗിവ് സ്റ്റൈൽ ടു ഡിഫറെൻറ്റ് കണ്ടന്റ് ഇൻ എ ഡോക്യുമെന്റ്. ഒരു ഡോക്യുമെന്റിലെ വിവിധ ഉള്ളടക്കങ്ങൾക്ക് സ്റ്റൈലുകൾ നൽകാൻ സഹായിക്കുന്ന സങ്കേതമാണ് എന്ത്, ഫിൽ ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഫിൽ format technique help to easily give the same style to the content arranged on different pages in a large document. ഒരു വലിയ ഡോക്യുമെന്റിൽ വിവിധ പേജുകളായി ക്രമീകരിച്ചിരിക്കുന്ന ഉള്ളടക്കങ്ങൾക്ക് എളുപ്പത്തിൽ ഒരേ സ്റ്റൈൽ നൽകാൻ ആര് സഹായിക്കുന്നു, ഈ ഫിൽ ഫോർമാറ്റ് സങ്കേതം നമ്മൾ എന്ത് ചെയ്യുന്നു, സഹായിക്കുന്നു അല്ലേ. നമ്മളിപ്പോൾ ഹെഡിങ് 1 ആ ആദ്യത്തെ വേർഡിന് കൊടുത്ത ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈല് ഈ ഒരു ടൂളിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിലോട്ടും എളുപ്പത്തിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഫിൽ ഫോർമാറ്റിൻ്റെ ഐക്കണും എന്ത് ചെയ്യണം, ഓർത്തിരിക്കണം. കാരണം ഇതൊക്കെ നമുക്ക് തിയറി ക്വസ്റ്റ്യൻ ചോദിക്കും. ഓക്കെ, മറ്റേത് നമ്മളിപ്പോൾ ഹെഡിങ് 1 ഇതുപോലെ ഓരോന്ന് സെലക്ട് ചെയ്ത് അവിടെ പോയിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നതിലും എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ഞാൻ എല്ലാ മെയിൻ ഹെഡിങ്ങിനും ഹെഡിങ് 1 എന്ന് പറഞ്ഞു കൊടുത്തു കേട്ടോ. ഇനി അടുത്തത് ഞാൻ സബ് ഹെഡിങ്ങിനൊക്കെ ഹെഡിങ് 2 എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, സബ് ഹെഡിങ്ങിന് എല്ലാം ഹെഡിങ് 2 ഡബിൾ ക്ലിക്ക് ചെയ്തു. ഒരു വട്ടം ചെയ്താൽ പിന്നെ നമുക്ക് ഈ ടൂള് യൂസ് ചെയ്യാം. ഫിൽ ഫോർമാറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് സബ് ഹെഡിങ്ങിനെല്ലാം ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈൽ കൊടുക്കാം. ഓക്കെ, ഇതേ രീതിക്ക് ഹെഡിങ് സബ് ഹെഡിങ്ങിനൊക്കെ നമ്മൾ ഹെഡിങ് 2 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ ഹെഡിങ് 1 എന്ന് പറഞ്ഞ് കൊടുത്ത സ്റ്റൈലിനൊക്കെ നമുക്കൊന്ന് മാറ്റം വരുത്തണം. ചെറിയ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യണം, അതിനൊന്ന് മോഡിഫൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ സ്റ്റൈൽ ബോക്സിൽ നിന്ന് ഹെഡിങ് 1 എന്ന് പറഞ്ഞ ഹെഡിങ് 1-നാണ് എനിക്ക് മാറ്റം വരുത്തേണ്ടത്. അതിന് ഞാൻ എന്ത് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുത്തു. ഓക്കെ, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുത്തു. എന്നിട്ട് ഇവിടുന്ന് ഫോണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള ടാബ് സെലക്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടും CTL ഫോണ്ടും. നമ്മുടെ ഈ ഡോക്യുമെൻ്റ് മലയാളത്തിലായതുകൊണ്ട് ഈ CTL ഫോണ്ടിലാണ് എന്ത് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. നമ്മുടെ ഡോക്യുമെൻ്റ് ഇംഗ്ലീഷിലാണെങ്കിലോ ഈ വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ടിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, മാറ്റം വരുത്തേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ ഇവിടുന്ന് ഫോണ്ട് മാറ്റുകയാണ്. തുമ്പ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫോണ്ട് സെലക്ട് ചെയ്ത് കൊടുത്തു. ഫോണ്ട് സൈസ് 14 കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൈല് ബോൾഡ് ആക്കി കൊടുക്കാം. നമ്മളോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ബോൾഡ് ആക്കി കൊടുക്കാം. ഇവിടെ ലാംഗ്വേജ് എന്നുള്ളിടത്ത് ഞാൻ മലയാളം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇനി അപ്പോൾ നമ്മൾ ഫോണ്ടിൽ നമ്മൾ എന്തൊക്കെ മാറ്റി കൊടുത്തു, ഫോണ്ട് ഫാമിലി മാറ്റി കൊടുത്തു, സ്റ്റൈല് കൊടുത്തു, സൈസ് കൊടുത്തു. ഇവിടെ ശ്രദ്ധിക്കണം, ഇംഗ്ലീഷ് ആണെങ്കിലാണ് വെസ്റ്റേൺ ടെക്സ്റ്റ് ഫോണ്ട്, മലയാളം ആണെങ്കിൽ CTL ഫോണ്ടിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇനി ഫോണ്ട് എഫക്ട്സിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളറ് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിത് അവിടെ ഒരു റെഡ് കളറാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, റെഡ് കളർ സെലക്ട് ചെയ്ത് കൊടുത്തു. ഇനി നമ്മളോട് അലൈൻമെൻറ്റ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനിതവിടെ അലൈൻമെൻറ്റ് ടാബിൽ പോയിട്ട് സെൻറ്റർ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, ഇവിടെ എന്താ സംഭവിച്ചത്, നമ്മുടെ
ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ട് നമ്മൾ സ്റ്റൈല് നൽകിയ വേർഡിനെല്ലാം നമ്മൾ ഈ വരുത്തിയ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ ആദ്യം എന്താ ചെയ്തത്, മെയിൻ ഹെഡിങ് എല്ലാം സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 1 എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റൈല് നമ്മൾ കൊടുത്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഹെഡിങ് 1-ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, മോഡിഫൈ കൊടുത്തു. നമുക്ക് വേണ്ട മാറ്റങ്ങളൊക്കെ വരുത്തിയപ്പോൾ നമ്മുടെ ഹെഡിങ് 1-ന് ആ മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഓക്കെ, എക്സാമിനും ചിലപ്പോൾ ഈ രീതിക്കായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അതായത് ഒരു ഡോക്യുമെൻ്റ് തരും, അതിൽ പറയും നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഹെഡിങ്ങുകൾ ഇന്ന കളറിൽ കൊടുത്തിട്ടുണ്ട്, അതിന് മാറ്റം വരുത്താൻ പറയും. ചിലപ്പോൾ മെയിൻ ഹെഡിങ്ങിനാവും. മെയിൻ ഹെഡിങ് ആണെങ്കിൽ ഹെഡിങ് 1 എന്നുള്ളത് അവർ പറയും, ഏതാണെന്നുള്ളത് അവർ പറയും. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം അത് കൊടുത്തതിന് ശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാൻ മെയിൻ ഹെഡിങ്ങിനൊക്കെ ഹെഡിങ് 1 ആണ് കൊടുത്തിട്ടുള്ളത്, അതുകൊണ്ട് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് മോഡിഫൈ ചെയ്തു. ഇതുപോലെ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ സബ് ഹെഡിങ്ങിനൊക്കെ എന്താ കൊടുത്തത്, ഹെഡിങ് 2 ആണ്. അതിന് ഞാൻ ഇതുപോലെ എന്ത് ചെയ്തു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് മാറ്റങ്ങൾ വരുത്താം. അപ്പം ഞാൻ ജസ്റ്റ് കളർ മാത്രം ഒന്ന് മാറ്റി കൊടുക്കുകയാണ്. ഓക്കെ, അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ജസ്റ്റ് കളർ മാത്രമായിട്ടോ മാറ്റിയതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ഇവിടെ നോക്കി നോക്കിയാൽ നമ്മുടെ എല്ലാ സബ് ഹെഡിങ്ങിനും നമ്മൾ ആ കൊടുത്ത കളറ് മാറി വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇതേ രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. മോഡിഫൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റൈൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഓക്കെ, നമുക്കിപ്പോൾ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഹെഡിങ് 1 ആണ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ഹെഡിങ് 1 കൊടുക്കുക, ഹെഡിങ് 2 ആണ് കൊടുക്കാൻ പറഞ്ഞെങ്കിൽ ഹെഡിങ് 2 കൊടുക്കുക. ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കേണ്ടത്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് പുതിയ സ്റ്റൈല് നിർമ്മിക്കാനാണ്. ഓക്കെ, അപ്പോൾ നമുക്കൊരു പുതിയ സ്റ്റൈല് എങ്ങനെയാണ് നിർമ്മിക്കാൻ നോക്കാം. പുതിയ സ്റ്റൈല് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ ഹെഡിങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യുക, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ഓപ്ഷൻ വരുന്നുണ്ട് അല്ലേ. ഏതൊക്കെയാണ്, ന്യൂവും വരുന്നുണ്ട്, മോഡിഫൈയും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എടുക്കേണ്ടത് എന്താണ്, ന്യൂ ആണ് എടുക്കേണ്ടത്. ഓക്കെ, ന്യൂ എടുത്തു. നമ്മളൊരു സ്റ്റൈല് കൊടുക്കുന്ന സമയത്ത്, നമ്മളൊരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ സ്റ്റൈലിന് എപ്പോഴും ഒരു പേരുണ്ടായിരിക്കണം. നമുക്കൊരു പക്ഷേ എക്സാമിന് ഒരു പേര് തരുമായിരിക്കാം. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് മൈ സ്റ്റൈൽ 1 എന്നാണ്. അപ്പോൾ ആ പേര് കൊടുക്കാൻ വേണ്ടി നമ്മൾ പോകേണ്ട ടാബാണ് ഇത്, ഓർഗനൈസർ ടാബ്. ഓക്കെ, നമ്മൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു വിൻഡോ വന്നു കഴിഞ്ഞാൽ നമ്മളിവിടെ ഓർഗനൈസർ ടാബിൽ എന്താണോ പേര്, ആ പേര് നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനി ഇൻഹെറിറ്റ് ഫ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതിൻ്റെ അണ്ടറിലാണോ നമുക്ക് പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അത് നമ്മളോട് പറയും. ഹെഡിങ് 1-ൻ്റെ അണ്ടറിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹെഡിങ് 1 സെലക്ട് ചെയ്യുക. ഹെഡിങ് 2-ൻ്റെ അണ്ടറിലാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഹെഡിങ് 2 സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ഇനി നമുക്ക് വേണ്ട മാറ്റങ്ങൾ എന്ത് ചെയ്യാം, നമുക്ക് ഇവിടുന്ന് ഓരോന്നായിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പം ഞാനൊരു ഫോണ്ട് സെലക്ട് ചെയ്യാണ്. സൈസ് കുറച്ചൊന്ന് കൂട്ടി കൊടുത്തു. കളറ് ഫോണ്ട് ഇഫക്ട്സിൽ പോയിട്ട് ഓക്കെ, അലൈൻമെൻറ്റ് മാറ്റുന്നില്ല. ഇവിടെ സെൻറ്റർ കൊടുക്കുക തന്നെയാണ്. അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇവിടെ നമ്മൾ ഏതിൻ്റെ അണ്ടറിലാണ് നമ്മൾ പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തത്, ഹെഡിങ് 1-ൻ്റെ അണ്ടറിലാണ് അല്ലേ. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് ഇവിടെ ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പുതിയ സ്റ്റൈൽ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അതവിടെ സെലക്ട് ചെയ്യുക, എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അടുത്ത ഹെഡിങ്ങും ഇതുപോലെ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക, നമ്മുടെ പുതിയ സ്റ്റൈൽ കൊടുക്കാൻ ഇവിടെ ഡബിൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമ്മുടെ ഫിൽ ഫോർമാറ്റ് മോഡ് ഉപയോഗിച്ചിട്ട് ബാക്കി എല്ലാത്തിനും എന്ത് ചെയ്യുക, കൊടുക്കാം. മെയിൻ ഹെഡിങ്ങിനൊക്കെ അത് കൊടുക്കാം. ഓക്കെ,
ഇതേപോലെ നമ്മുടെ മെയിൻ ഹെഡിങ്ങിനൊക്കെ നമുക്ക് നമ്മുടെ പുതിയ സ്റ്റൈല് കൊടുക്കാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ഹെഡിങ്ങിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു, ന്യൂ എടുത്തു, ഓർഗനൈസറിൽ പേര് കൊടുത്തതിന് ശേഷം ഇൻഹെറിറ്റ് ഫ്രം എന്നുള്ളടത്ത് നമ്മൾ ഹെഡിങ് 1ൻ്റെ അണ്ടറിലാണ് നമ്മൾ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇവിടെ ഹെഡിങ് 1 എന്നുള്ളടത്ത് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുതിയ സ്റ്റൈൽ എന്ത് ചെയ്യുന്നത് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇനി നമുക്ക് വീണ്ടും ഒരു സ്റ്റൈലും കൂടി ക്രിയേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ വീണ്ടും ഈ ഹെഡിങ്ങിൽ എന്ത് ചെയ്യാണ്, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ കൊടുത്തു. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്നത് ഹെഡിങ് 2ൻ്റെ അണ്ടറിലാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനിതാ മൈ സ്റ്റൈൽ 2 എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ ഇൻഹെറിറ്റ് ഫ്രം എന്നുള്ളടത്ത് ഹെഡിങ് 2 കൊടുത്തു. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് ഫോണ്ട് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. കേരളീയം കൊടുത്തു. നമുക്ക് റെഗുലർ കൊടുക്കാം. ലാംഗ്വേജ് മലയാളം കൊടുത്തു. ഫോണ്ട് ഇഫക്ട്സിൽ ഞാനൊരു ബ്ലൂ കളറ് സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി അലൈൻമെൻറ്റ് ഞാൻ മാറ്റം വരുത്തുന്നില്ല. ഇനി ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ്. ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ് നമുക്ക് പാരഗ്രാഫിനൊക്കെ മാറ്റം വരുത്താൻ പറയുമ്പോഴാണ് നമ്മൾ ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ് എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക. ഓക്കെ, നമ്മൾ ഈ ഫസ്റ്റ് ലൈന് കുറച്ച് അകലം വിട്ടിട്ട് വരാനൊക്കെയാണ് ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്യുക. അതുപോലെ ലൈൻ സ്പേസിങ്, വരികൾക്കിടയിൽ അകലം ക്രമീകരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ലൈൻ സ്പേസിംഗ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇൻഡൻ്റ് ആൻഡ് സ്പേസിങ് പാരഗ്രാഫിന് എന്തെങ്കിലും മാറ്റം വരുത്താൻ പറയുന്ന സമയത്താണ് നമ്മൾ ഈ ഒരു ഇൻഡൻ്റ് ആൻഡ് സ്പേസിംഗ് എന്നുള്ള ഓപ്ഷൻ നമ്മൾ കൂടുതലും യൂസ് ചെയ്യാറ്. ഓക്കെ, ഇനി നമ്മൾ അപ്ലൈ കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ ഇവിടെ ഈ ഹെഡിങ് 2ൻ്റെ താഴെയിട്ട് ഒരു ആരോ മാർക്ക്, സൈഡിൽ ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. അവിടെ നമ്മുടെ പുതിയ സ്റ്റൈൽ മൈ സ്റ്റൈൽ 2 എന്ന് പറഞ്ഞിട്ട് അവിടെ കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, നമ്മുടെ സബ് ഹെഡിങ് അല്ലേ, ഇവിടെ ഈ ഫിൽ ഫോർമാറ്റ് മോഡ് ഓഫ് ചെയ്യണം. ശേഷം നമ്മുടെ സബ് ഹെഡിങ് സെലക്ട് ചെയ്തു, മൈ സ്റ്റൈൽ കൊടുത്തു. ഓക്കെ, ഒന്ന് കൊടുത്താൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഫിൽ ഫോർമാറ്റ് മോഡ് യൂസ് ചെയ്തിട്ട് കോപ്പി ചെയ്യാം. അതല്ലെങ്കിൽ വേറൊരു രീതിക്കും കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരികയാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ അത് ബുദ്ധിമുട്ടായിട്ട് വരും. പക്ഷേ ചിലവർ ചോദിക്കാറുണ്ട് ഇങ്ങനെയും ചെയ്തുകൂടെ എന്ന് ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ കീബോർഡിൽ കൺട്രോൾ പ്രസ് ചെയ്തിട്ട് ഈ ഒരു സബ് ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്യാണ്. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഫിൽ ഫോർമാറ്റ് മോഡ് ആയിരിക്കും ഈസി ഉണ്ടാവുക. അപ്പോൾ ഞാനിത് മൊത്തം സെലക്ട് ചെയ്തു. എന്നിട്ട് ഇതാ ഈ മൈ സ്റ്റൈലിൽ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ വന്നത്, അത് ഒരുമിച്ചിട്ട് എന്തായി മാറി വന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ട് കീബോർഡിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് നമുക്ക് ഏതൊക്കെ സബ് ഹെഡിങ് ആണോ വേണ്ടത് അതെന്ത് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് എളുപ്പമാണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ഫിൽ ഫോർമാറ്റ് മോഡ് യൂസ് ചെയ്തിട്ട് ചെയ്തോളൂ. ഇത് കുറച്ചും കൂടി നിങ്ങൾക്ക് ടൈം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യാം. ഓക്കെ, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് സബ് ഹെഡിങ്ങുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഈ രീതിക്ക് അവിടെ ഒരു രണ്ടെണ്ണം നമ്മൾ കൊടുക്കാത്തതും ഉണ്ട്, അത് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതേ രീതിക്ക് നമ്മൾ കൊടുത്തു. ഓക്കെ, ഫുള്ള് സെലക്ട് ചെയ്തതിന് ശേഷം ആ കൺട്രോള് നമ്മൾ എന്ത് ചെയ്യുക, വിടുക, പ്രസ് ചെയ്ത് പിടിച്ചത് വിടുക. എന്നിട്ട് ഈ മൈ സ്റ്റൈലിൽ എന്ത് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ സബ് ഹെഡിങ്ങും എളുപ്പത്തിൽ കൊടുക്കാൻ പറ്റും. ഇത് എളുപ്പമാണെന്ന് തോന്നുന്നവർ ഇത് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഫിൽ ഫോർമാറ്റ് മോഡ് യൂസ് ചെയ്യുക. ഇവിടെ നമ്മൾ നേരത്തെ കൃഷി ചൊല്ലുകൾ എന്നുള്ള നമ്മുടെ മെയിൻ ഹെഡിങ് നമ്മൾ സ്റ്റൈൽ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനെ സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 1 പുതിയ സ്റ്റൈൽ മൈ സ്റ്റൈൽ 1 കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഹെഡിങ് 1ൻ്റെ അണ്ടറിലും ചെയ്തു, ഹെഡിങ് 2ൻ്റെ അണ്ടറിലും ചെയ്തു.
എന്നിട്ട് നമ്മൾ മെയിൻ ഹെഡിങ്ങിനൊക്കെ നമ്മുടെ മൈ സ്റ്റൈൽ 1 കൊടുത്തു, സബ് ഹെഡിങ്ങിനൊക്കെ മൈ സ്റ്റൈൽ 2 കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈല് ക്രിയേറ്റ് ചെയ്യുന്നതും പഠിച്ചു. ഓക്കെ, അപ്പോൾ മോഡിഫൈ ചെയ്യുമ്പോൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കുക. ഏത് സ്റ്റൈലിനാണോ മോഡിഫൈ ചെയ്യേണ്ടത് ആ സ്റ്റൈലിനെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് മോഡിഫൈ കൊടുക്കുക. അതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം നിങ്ങളോട് പറഞ്ഞ പോലെ ചിലപ്പോൾ സബ് ഹെഡിങ്ങിനായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. എല്ലാ സബ് ഹെഡിങ്ങിനും ഹെഡിങ് 2 എന്ന് പറഞ്ഞ സ്റ്റൈൽ കൊടുക്കാൻ പറയും. സബ് ഹെഡിങ് തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഗ്രീൻ കളറിലോ റെഡ് കളറിലോ കൊടുത്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എല്ലാ സബ് ഹെഡിങ്ങും സെലക്ട് ചെയ്തിട്ട് ഹെഡിങ് 2 കൊടുക്കണം. ശേഷം മോഡിഫൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ മാറ്റങ്ങൾ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. അവർ പറഞ്ഞ മാറ്റങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ചെയ്തു കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലോട്ട് പോവാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ പുതിയ സ്റ്റൈലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മുടെ ഫയൽ ഒന്ന് സേവ് ചെയ്യാം അല്ലേ. നമ്മൾ ഇതുവരെ സേവ് ചെയ്തിട്ടില്ല, നമ്മളെ ഫയൽ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കാം. അതിന് വേണ്ടിയിട്ട് ഫയലിൽ സേവ് എടുത്തു, എന്നിട്ട് ഹോമിൽ സ്റ്റുഡൻസ് വർക്ക് നയനിൽ ഇവിടെ ഒരു ഫയൽ നെയിം കൊടുക്കുക, സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഫുട് നോട്ട് എൻഡ് നോട്ട് അല്ലേ, നമുക്ക് അടുത്തത് ചെയ്യാനുള്ള കാര്യമാണ്. നമുക്കൊന്ന് നോക്കാം എന്താണ് ഫുട് നോട്ട്, എന്താണ് എൻഡ് നോട്ട് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ടെക്സ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യാം അല്ലേ, എന്നാലേ നമുക്ക് അറിയുള്ളൂ എന്താണെന്നുള്ളത്. Haven't you seen some hints or explanation at the bottom or end of pages in articles and encyclopedias during your studies? റെഫറൻസ് പുസ്തകങ്ങളിലും ലേഖനങ്ങളിലും വിജ്ഞാനകോശങ്ങളിലും പേജുകൾക്ക് താഴെ അല്ലെങ്കിൽ അവസാന ഭാഗത്ത് ചില സൂചനകളോ വിശദീകരണങ്ങളോ നൽകിയിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഡോക്യുമെന്റിൽ പരാമർശിക്കുന്ന ഏതെങ്കിലും പദങ്ങളെക്കുറിച്ചുള്ള അധിക വിവരങ്ങൾ, സൂചനകൾ, റെഫറൻസുകൾ എന്നിവ നൽകാനാണ് ഈ സൂചികകൾ ഉൾപ്പെടുത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ വിക്കിപീഡിയയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. ചില ഇതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചെറിയൊരു നോട്ട് പോലെ അവിടെ കാണിക്കും, അല്ലെങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലിങ്കിലോട്ട് പോകും. ആ രീതിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് find the word to be included in the footnote or our folklore encyclopedia and their explanation. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഏതൊക്കെ വേർഡിനാണ് ഫുട് നോട്ട് കൊടുക്കേണ്ടത്, എവിടെ നിന്നാണ് നമുക്ക് ഈ കൊടുക്കാനുള്ള ഡാറ്റ കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ വീണ്ടും നമ്മുടെ സോഫ്റ്റ്വെയറിലോട്ട് പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് നമ്മുടെ PDF അല്ലേ, നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത് PDF-ലോട്ട് ഒന്ന് പോവാം. ഇവിടെ നമുക്ക് ഫുട് നോട്ട് കൊടുക്കേണ്ടത് ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 1, 2 അല്ലേ, 1, 2 ഇവിടെ 3 എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് ഫുട് നോട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻഡ് നോട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ചില വേർഡിൻ്റെ അധിക വായന എന്നുള്ള രീതിക്കാണ് നമ്മളിത് കൊടുക്കാറ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തേത് നമ്മൾ കൊടുക്കേണ്ടത് ഈ ഫോക്ലോർ എന്നുള്ള ഒരു വേർഡിനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ്വെയറിൽ ഈ ഒരു വേർഡിൻ്റെ അവിടെ ഓക്കെ, ഈ ഒരു വേർഡിൻ്റെ അവിടെ കേഴ്സർ എത്തിക്കുക. ശ്രദ്ധിക്കുക, ഈ ഒരു വേർഡിൻ്റെ അവിടെ കേഴ്സർ എത്തിക്കുക. എന്നിട്ട് ഇൻസേർട്ടിൽ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ട് എന്നുള്ളതിൽ ഫുട് നോട്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ 1 എന്ന് പറഞ്ഞിട്ട് കാണിച്ചു. എന്നിട്ട് നമ്മുടെ ഹോമിലെ സ്കൂൾ റിസോഴ്സസിൽ ക്ലാസ് 9 ഈ footnote.txt എന്ന് പറഞ്ഞ ഫയൽ ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇതിൽ നമ്മൾ എന്ത് ചെയ്തു, ഈ ഒരു ഭാഗം കോപ്പി ചെയ്യാം. ഇവിടുന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് നമ്മുടെ സോഫ്റ്റ്വെയറിൽ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ ഈ ഫോക്ലറിൻ്റെ അവിടെ നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ 1 എന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അല്ലേ. ഇവിടെ നമ്മൾ കേഴ്സർ എത്തിക്കുമ്പോൾ തന്നെ അവിടെ ഫുട് നോട്ട് എന്ന് പറഞ്ഞ് വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകും. ഇനി അടുത്ത വേർഡ് അല്ലേ, അടുത്ത വേർഡ് നമുക്ക് ഏതാ നോക്കാം. ഇവിടെ കുമ്മാട്ടിപ്പുല്ലോ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു വേർഡ് അല്ലേ ഇതിൻ്റെ അവിടെ കേഴ്സർ കൊടുക്കാം.
കേഴ്സർ എത്തിച്ചു. എന്നിട്ട് വീണ്ടും ഇൻസേർട്ടിൽ എന്ത് ചെയ്തു, ഫുട് നോട്ട് കൊടുക്കുക. വീണ്ടും നമ്മുടെ ഇവിടെ നിന്നുള്ളത് എന്ത് ചെയ്യുക, കോപ്പി ചെയ്യുക. കുമ്മാട്ടിപ്പുല്ല് ഇവിടെ എന്ത് ചെയ്തു, പേസ്റ്റ് ചെയ്ത് കൊടുത്തു. കൺട്രോൾ സി കൊടുക്കുക. ഓക്കെ, കോപ്പി ചെയ്യാൻ അറിയാലോ, ഷോർട്ട് കട്ട് കൺട്രോൾ സി കീബോർഡിൽ ഇവിടെ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, കൺട്രോൾ വി കൊടുക്കുക, പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ഫോക്ലാർ എന്നുള്ളതിനും ഫുട് നോട്ട് കൊടുത്തു. അതുപോലെ നമ്മുടെ ഇവിടെ അല്ലേ കുമ്മാട്ടിപ്പുല്ല് എന്നുള്ളിടത്തും നമ്മൾ കൊടുത്തു. ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ കേഴ്സർ എത്തിക്കുമ്പോൾ തന്നെ അവിടെ കാണുന്നുണ്ട്. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. ഇനി അടുത്ത വേർഡ് അല്ലേ, അടുത്തത് നമുക്ക് എന്തിനാണ് കൊടുക്കേണ്ടത്, ഇവിടെ ഏതാണ്, മാവിലാർ എന്നുള്ളിടത്ത് അല്ലേ. അപ്പം നമുക്കിവിടെ ഇവിടെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. നമുക്ക് ജസ്റ്റ് നമ്മളെ PDF ഒന്ന് നോക്കാം. അടുത്ത മൂന്നാമത്തെ നമുക്ക് എവിടെയാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളത് അവിടെ തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ കേഴ്സർ എത്തിക്കാം. എന്നിട്ട് വീണ്ടും ഇൻസേർട്ടിൽ ഫുട് നോട്ട് കൊടുക്കാം. എന്നിട്ട് ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇത് കോപ്പി ചെയ്യാം. ഓക്കെ, കൺട്രോൾ സി കൊടുക്കുക. ഇവിടെ കൊടുത്തിട്ട് കൺട്രോൾ വി കൊടുത്തു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുട് നോട്ട് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എൻഡ് നോട്ട് അല്ലേ കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു കൃഷിപ്പാട്ടുകൾ എന്നുള്ളിടത്ത് നമ്മൾ കേഴ്സർ ആദ്യത്തെ ഹെഡിങ്ങിൻ്റെ അവിടെ നമ്മൾ കേഴ്സർ എത്തിച്ചു. ഇതേപോലെ തന്നെ ഇൻസേർട്ടിൽ ഫുട് നോട്ട് ആൻഡ് എൻഡ് നോട്ടിൽ എൻഡ് നോട്ട് കൊടുത്തു. ഇവിടുന്ന് എന്ത് ചെയ്യുക, ഇത് സെലക്ട് ചെയ്യുക. കോപ്പി ചെയ്യുക. ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അടുത്തത് ഇതുപോലെ എന്ത് ചെയ്യുക, അടുത്ത പാട്ടിൻ്റെ അവിടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് 1 എന്ന് പറഞ്ഞിട്ട് കാണുന്നുണ്ട്. അവിടെ നമുക്ക് കേഴ്സർ എത്തിക്കുമ്പോൾ അതുപോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. ഇനി വീണ്ടും നമ്മൾ എന്ത് ചെയ്തു, അടുത്ത ഇവിടെ ക്ലിക്ക് ചെയ്തു. ഇൻസേർട്ടിൽ ഫുട് എൻഡ് നോട്ട് കൊടുക്കുക. അടുത്ത ഇതെന്ത് ചെയ്യുക, കോപ്പി ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി വീണ്ടും ഇപ്പം അവിടെ 2 എന്ന് പറഞ്ഞ് കാണിച്ചു. മൂന്നാമത്തേൽ വീണ്ടും നമ്മൾ ഇൻസേർട്ടിൽ എൻഡ് നോട്ട് കൊടുത്തു. ഇവിടുന്ന് ഇതിപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ ടൈപ്പ് ചെയ്ത് ചേർക്കാം കേട്ടോ. നമ്മളിത് എളുപ്പത്തിന് കോപ്പി പേസ്റ്റ് ചെയ്യാണ്. ഓക്കെ, ഇവിടെ കൊടുത്തു. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ ഒരുപാട് മലയാളമാണ്, ഒരുപാട് ടൈം പോവും. ഓക്കെ, നമുക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഓക്കെ, അടുത്തത് കൊയ്ത്തുപാട്ടിൻ്റെ അവിടെ കേഴ്സർ എത്തിച്ചു. ഇൻസേർട്ടിൽ ഫുട് നോട്ട് എൻഡ് നോട്ടിൽ എൻഡ് നോട്ട് കൊടുത്തു. എന്ത് ചെയ്യുക, ഇവിടുന്ന് കോപ്പി ചെയ്യുക, ഇവിടെ പേസ്റ്റ് ചെയ്യുക. ഓക്കെ, ഈ ഒരു രീതിക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കേണ്ടത്. ഓക്കെ, ഇവിടെ നമുക്ക് ആ ഒരു ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഉണ്ടാവും. അപ്പോൾ നമ്മളിങ്ങനെ ഇവിടെ കേഴ്സർ എത്തിക്കുമ്പോൾ തന്നെ നമുക്കത് അവിടെ കാണിക്കുന്നുണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോവും. ഓക്കെ, ഈ ഒരു രീതിക്കാണ് ഫുട് നോട്ടും എൻഡ് നോട്ടും കൊടുക്കേണ്ടത്. ഉണ്ടോ, അപ്പോൾ അവിടെ 1 എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിലോട്ട് പോകും. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് കൊടുക്കേണ്ടത് ഇൻഡെക്സ് ആൻഡ് ടേബിൾ. എന്താണ്, ഉള്ളടക്ക പട്ടിക. എങ്ങനെയാണ് നമുക്ക് ഉള്ളടക്ക പട്ടിക കൊണ്ടുവരാൻ നോക്കാം.
മുന്നേ ആയിട്ട് നമുക്ക് നമ്മുടെ പേജിന് അല്ലേ പേജ് നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. നമുക്ക് ഹെഡറും ഫൂട്ടറും കൊടുക്കാം. ഓക്കെ, ആദ്യം നമുക്ക് ഫൂട്ടറിൽ പേജ് നമ്പർ കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഫോർമാറ്റിലെ പേജ് സ്റ്റൈൽ എടുത്തു. ഫോർമാറ്റിലെ പേജ് സ്റ്റൈൽ എടുക്കുക. അതിൽ ഫൂട്ടർ ടാബിൽ ഫൂട്ടർ ഓൺ എന്നുള്ളത് എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് കൊടുത്തിട്ട് ഓക്കെ കൊടുത്തു. ഓക്കെ, എന്നിട്ട് ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് പേജ് നമ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അതിൽ ഇൻസേർട്ടിൽ ഫീൽഡിൽ പേജ് നമ്പർ കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ പേജ് നമ്പർ വന്നിട്ടുണ്ട്. നമുക്കിതിനെ വേണമെങ്കിൽ അലൈൻമെൻറ്റൊക്കെ കൊടുക്കാം. ഇതേ രീതിക്ക് തന്നെ നമുക്ക് എന്തും കൊടുക്കാം, ഹെഡറും കൊടുക്കാം. ഹെഡർ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ ഫോർമാറ്റിൽ പേജ് സ്റ്റൈൽ എടുത്തു. അതിൽ ഹെഡർ എന്നുള്ളോർത്ത് ഹെഡർ ഓൺ കൊടുക്കുക. ഓക്കെ കൊടുത്തു. ഇവിടെ നമുക്ക് എന്ത് ചെയ്യുക, ഉള്ളിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള കണ്ടൻറ്റ് എന്ത് ചെയ്യുക, ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ PDF കൊടുത്തിട്ടുള്ളത് നാടോടി വിജ്ഞാനകോശം എന്നാണ്. നമുക്കതുപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് ഇംഗ്ലീഷാണ് നമ്മുടെ ഇവിടെ കിടക്കുന്നത്. അതിനെ നമ്മൾ എന്താക്കണം, മലയാളമാക്കി കൊടുക്കണം. ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് മലയാളം കൊടുക്കാം. എളുപ്പത്തിൽ നിങ്ങളുടെ കീബോർഡിലെ സൂപ്പർ കീയും സ്പേസ് ബാറും കൂടിയിട്ട് ഒരുമിച്ച് പ്രസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മാറ്റി കൊടുക്കാം. അപ്പോൾ ഇവിടെ നാടോടി വിജ്ഞാന കോശം അങ്ങനെ സെലക്ട് ചെയ്യുക. നമുക്ക് അലൈൻമെൻറ്റും കാര്യങ്ങളും മാറ്റി കൊടുക്കാം. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഉള്ളടക്ക പട്ടിക കൊണ്ടുവരാം. അതിന് വേണ്ടിയിട്ട് ഉള്ളടക്ക പട്ടിക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്കൊരു പേജ് ഇതിൻ്റെ മുകളിലായിട്ടൊരു പേജ് വേണം. അതിൻ്റെ മുന്നേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഉള്ളടക്ക പട്ടിക കൃത്യമായിട്ട് വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതായത് നമ്മുടെ ഹെഡിങ്ങുകൾക്ക് നമ്മൾ സ്റ്റൈല് കൊടുക്കണം. സ്റ്റൈല് കൊടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് എന്ത് കൃത്യമായിട്ട് കിട്ടുള്ളൂ, ഉള്ളടക്ക പട്ടിക കൃത്യമായിട്ട് കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ ആദ്യം തന്നെ ഉള്ളടക്ക പട്ടിക കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യില്ല, കിട്ടില്ല. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ ഉള്ളടക്ക പട്ടിക കൊടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് കിട്ടില്ല. സ്റ്റൈലുകൾ കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉള്ളടക്ക പട്ടിക കൊടുക്കാൻ പാടുള്ളൂ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്, വായിച്ചു നോക്കുക. ഓക്കെ, ഈ ഒരു ഏരിയ വായിച്ചു നോക്കുക. The software create the table of content by recognizing the style given to the heading and subheading in the document. While creating a new style, select the correct heading style, heading 1, heading 2, heading 3 in the organizer tabs inherit from option which help the headings and subheadings to be arranged correctly in the table of content. അതായത് ടേബിൾ ഓഫ് കണ്ടൻറ്റ് കൃത്യമായി കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം, സ്റ്റൈലും കൃത്യമായിട്ട് എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഹെഡിങ് 1 ഹെഡിങ് 1 സ്റ്റൈൽ കൊടുക്കണം, 2 2 സ്റ്റൈൽ കൊടുത്തിരിക്കണം. എന്നാൽ മാത്രമാണ് നമ്മുടെ ഉള്ളടക്ക പട്ടിക കൃത്യമായിട്ട് കിട്ടുള്ളൂ, അല്ലെങ്കിൽ കിട്ടില്ല. ആദ്യം തന്നെ ഉള്ളടക്ക പട്ടിക കൊടുക്കരുത്, സ്റ്റൈൽ കൊടുത്തതിന് ശേഷം മാത്രമേ ഉള്ളടക്ക പട്ടിക കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിവിടെ ഒരു പേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് മുകളിലായിട്ട് ഒരു പേജ് കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഇവിടെ കേഴ്സർ എത്തിക്കുക, എന്നിട്ട് ഇൻസേർട്ടിലെ പേജ് ബ്രേക്ക് കൊടുക്കുക. അപ്പോൾ ഇവിടെ മുകളിലായിട്ട് നമുക്കൊരു പേജ് വന്നിട്ടുള്ളത് കാണാം. ഓക്കെ, ഇനി ഉള്ളടക്ക പട്ടിക കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇവിടെ ഇൻസേർട്ടിലെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ആൻഡ് ഇൻഡെക്സിൽ ടേബിൾ ഓഫ് കണ്ടൻറ്റ് ഇൻഡെക്സ് ബിബ്ലിയോഗ്രഫി സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ടേബിൾ ഓഫ് കണ്ടൻറ്റ് എന്നുള്ളത് എന്ത് ചെയ്യുക, മാറ്റിയിട്ട് നമ്മളോട് ഇവിടെ ഉള്ളടക്ക പട്ടിക എന്നാണ് ടൈപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ കീബോർഡ് ലേഔട്ട് മാറ്റിയിട്ട് മലയാളമാക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാനിവിടെ ഉള്ളടക്ക പട്ടിക എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഹെഡിങ് ടൈപ്പ് ചെയ്യണമെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ജസ്റ്റ് ഇവിടെ ഉള്ളടക്ക പട്ടിക എന്ന് ടൈപ്പ് ചെയ്തതാണ്. അല്ല, നമ്മളോട് ഇന്ന ഹെഡിങ് ആണ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഓക്കെ കൊടുത്തു.
ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മുടെ ഉള്ളടക്ക പട്ടിക വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഈ ഉള്ളടക്ക പട്ടികേനെ നമുക്ക് എന്ത് ചെയ്യാം, എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേറ്റ് ഇൻഡെക്സ് കണ്ടോ, അപ്ഡേറ്റ് ഇൻഡെക്സ്, അതുപോലെ തന്നെ എഡിറ്റ് ഇൻഡെക്സ് എന്നുള്ള ഓപ്ഷനിലൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഇവിടെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അതുപോലെ പ്രൊട്ടക്റ്റ് എഗെയിൻസ്റ്റ് മാനുവൽ ചേഞ്ചസ് എന്നുള്ളതിൽ ടിക്ക് മാർക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇവിടുന്ന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, മാനുവലായിട്ട് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാനുവലായിട്ട് മാറ്റങ്ങൾ വരുത്താം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ 35 ആ ഒരു ബോക്സിലാക്കി കൊടുത്തിട്ടുണ്ട്, ഉള്ളടക്ക പട്ടിക എഡിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് വായിച്ചു നോക്കുക. ഞാൻ വീണ്ടും എഡിറ്റ് ഇൻഡെക്സിൽ ഈ ഒരു ഓപ്ഷൻ ടിക്ക് മാർക്ക് ഒഴിവാക്കിയതാണ്, ടിക്ക് മാർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഇവിടെ ഞാൻ ഈ ഒരു ഹെഡിങ്ങിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് കഴ്സർ എത്തിക്കുന്ന സമയത്ത് ഇവിടെ കാണിക്കുന്നുണ്ട് കൺട്രോൾ ക്ലിക്ക് ടു ഓപ്പൺ ഹൈപ്പർ ലിങ്ക് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അതായത് ഉള്ളടക്ക പട്ടികയിലെ ഏതെങ്കിലും ഒരു ശീർഷകത്തിൽ മൗസ് പോയിന്റർ എത്തിക്കുമ്പോൾ ഒരു സന്ദേശം പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, കൺട്രോൾ കീ അമർത്തി മൗസ് പോയിന്റർ നിൽക്കുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ ആ പേജിലേക്ക് പോകാം എന്ന സന്ദേശമാണ് എന്ത് ചെയ്യുന്നത്, സൂചിപ്പിക്കുന്നത്. ഉള്ളടക്ക പട്ടികയിലെ ശീർഷകങ്ങളിലോ ഉപശീർഷകങ്ങളിലോ ക്ലിക്ക് ചെയ്യുമ്പോൾ അത് ഉൾപ്പെടുന്ന പേജുമായി ലിങ്ക് പ്രവർത്തിച്ച് ആ പേജിലേക്ക് എത്തിക്കുന്നു. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഞാനിതാ ഇവിടെ കേഴ്സർ എത്തിക്കുന്ന സമയത്ത് അല്ലേ, നമുക്കിവിടെ കൺട്രോൾ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ കൺട്രോൾ കീ അമർത്തിക്കൊണ്ട് അവിടെ, അപ്പോൾ മൗസ് പോയിന്റർ ഒരു കൈയിൻ്റെ ചിഹ്നമായി മാറി. അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഒരു കുമ്മാട്ടി എന്ന് പറഞ്ഞൊരു ടോപ്പിക്കിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പോകുന്നുണ്ട്. നമുക്കിതുപോലെ ഇവിടെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ കൃത്യമായിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഇപ്പം ഞാനിതവിടെ ഇവിടെ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിലോട്ട് പോകുന്നുണ്ട്. ഓക്കെ, ഇതേ രീതിക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഉള്ളടക്കത്തിൽ നിന്ന് ഉള്ളടക്കത്തിലോട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പോകാൻ പറ്റും. അതായത് ഉള്ളടക്ക പട്ടികയിൽ നിന്ന് ഉള്ളടക്കത്തിലോട്ട് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിന് ഈ ഒരു ഡോക്യുമെൻറ്റിനെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം, പേജ് ബോർഡറും കാര്യങ്ങളൊക്കെ കൊടുക്കാം. പേജ് ബോർഡർ കൊടുക്കണമെങ്കിൽ നമ്മുടെ ഫോർമാറ്റിലെ പേജ് സ്റ്റൈൽ എന്ന് പറഞ്ഞ ഭാഗത്ത് പോയിട്ട് നമുക്കിവിടെ ബോർഡേഴ്സ് എന്ന് പറഞ്ഞ ടാബിൽ ക്ലിക്ക് ചെയ്തിട്ട് പേജ് ബോർഡർ കൊടുക്കാം. ഏരിയയിൽ പോയിട്ട് കളർ കൊടുക്കാം. ഓക്കെ, ഏരിയയിൽ പോയിട്ട് നമുക്ക് കളറും കാര്യങ്ങളും ഒക്കെ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഫോർമാറ്റിൽ പേജ് സ്റ്റൈലിൽ പോയിട്ടാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. ബോർഡേഴ്സിൽ ഇവിടെ 4 ബോർഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. 4 ഭാഗത്തും ബോർഡർ വരുന്ന രീതിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ലൈൻ്റെ സ്റ്റൈല് സെലക്ട് ചെയ്ത് കൊടുക്കാം. കളർ സെലക്ട് ചെയ്ത് കൊടുക്കാം. ആ ലൈൻ്റെ വിഡ്ത്ത് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് അപ്ലൈ ഓക്കെ കൊടുക്കാം. അതുപോലെ തന്നെ കളർ വേണമെങ്കിൽ ഇവിടെ ഏരിയയിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കളറുകൾ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ ജസ്റ്റ് അവിടെ ഒരു കളറ് സെലക്ട് ആയതാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു തരാം. പേജ് സ്റ്റൈലിൽ നമ്മളിവിടെ ഏരിയയിൽ ഒരു കളറ് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളവിടെ ഒരു കളർ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കളർ അവിടെ വരും. ഓക്കെ, ഞാൻ കൺട്രോൾ സെറ്റ് അടിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. പേജ് ബോർഡറും കൊടുക്കലും കളർ കൊടുക്കലും ഒക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് ഫോർമാറ്റിൽ പേജ് സ്റ്റൈൽ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ അതെല്ലാം കിട്ടും. ഓക്കെ, ഇനി ഇതിന് ശേഷം നമുക്ക് ഈ ഒരു കാര്യം കൂടി നമുക്കിതിൽ ചെയ്ത് നോക്കാനുണ്ട്. ഇപ്പം ഞാൻ നമ്മൾ ഈ ഒരു എഡിറ്റ് ചെയ്ത ഒരു ഫയലിനെ PDF ആക്കി മാറ്റാൻ പോവാണ്. ഫയലിൽ എക്സ്പോർട്ട് ആസ് PDF എടുത്തു. ഓക്കെ, ഇവിടെ എക്സ്പോർട്ട് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ ഇവിടെ
ഈ ഒരു ഫയലിനെ ഞാൻ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിതിനെ മിനിമൈസ് ചെയ്തിടാണ്. എന്നിട്ട് നമ്മുടെ ഹോമിലെ സ്റ്റുഡൻസ് വർക്ക് 9 ഓക്കെ, ഇതാണ് ഞാൻ ചെയ്ത mywork.pdf. ഓക്കെ, ഇതൊരു ചെറിയൊരു കാര്യം നമുക്കിതിൽ പഠിക്കാനുണ്ട്. നമ്മളവിടെ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ടാണ് അല്ലേ നമ്മൾ ഉള്ളടക്ക പട്ടികേൻ്റെ ഹെഡിങ്ങിൽ പോയിട്ട് ക്ലിക്ക് ചെയ്ത സമയത്ത് കണ്ടൻറ്റിലോട്ട് പോയത്. ഇനി ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കൂ. ഇവിടെ കൺട്രോൾ ഒന്നും വേണ്ട. അതായത് ഈ ഒരു നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ചെയ്ത ആ ഒരു ഫയലിനെ PDF ആക്കി മാറ്റുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ എന്തിലോട്ട് പോകുന്നുണ്ട്, ആ ഒരു കണ്ടൻറ്റിലോട്ട് പോകുന്നുണ്ട്. കണ്ടോ? ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ ആ ഒരു കണ്ടന്റിലോട്ട് പോകുന്നുണ്ട്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ചെയ്ത് നോക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എക്സാമിന് ചിലപ്പോൾ തിയറി ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ലിബ്രെ ഓഫീസ് റൈറ്ററിൽ ചെയ്യുകയാണെങ്കിൽ കൺട്രോൾ കീ പ്രസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ആ ഒരു ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉള്ളടക്കത്തിലോട്ട് പോകാൻ പറ്റും. അതേ സെയിം സാധനത്തിന് നമ്മൾ PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്തതിന് ശേഷമാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ഉള്ളടക്കത്തിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അപ്പം ഞാൻ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിലോട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഓക്കെ, ഈ ഒരു കാര്യം നമുക്ക് ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇത് കാണിച്ചു തന്നത്. ഇനി ഇത്രയും കാര്യങ്ങളാണ് നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് ഫോർമാറ്റിലെ പേജ് സ്റ്റൈലിൽ പോയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബോർഡർ കൊടുക്കാം, പേജിന് ബോർഡർ കൊടുക്കാം, കളർ കൊടുക്കണമെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്ട്രാ ആയിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, ഈ ഒരു പാഠഭാഗത്തിൽ ഇത്രയും കാര്യങ്ങളാണുള്ളത്. ഒന്ന് നമ്മൾ Gimage റീഡർ പഠിച്ചു, പിന്നെ നമ്മൾ സ്റ്റൈൽ എങ്ങനെ കൊടുക്കേണ്ടതെന്ന് പഠിച്ചു, കൊടുത്ത സ്റ്റൈലിനെ മോഡിഫൈ ചെയ്യാൻ പഠിച്ചു, പുതിയ സ്റ്റൈൽ കൊടുക്കാൻ പഠിച്ചു. അതിനൊപ്പം തന്നെ നമ്മൾ പഠിച്ചൊരു കാര്യമാണ് എന്ത്, ഫുട് നോട്ടും എൻഡ് നോട്ടും. അതായത് നമ്മളൊരു വേർഡ് കണ്ടെത്തി അതിനെ ഇൻസേർട്ട്, അവിടെ മൗസ് പോയിന്റർ വെച്ചിട്ട് ഇൻസേർട്ടിൽ ഫുഡ് ആൻഡ് എൻഡ് നോട്ടിൽ ഫുട് നോട്ട് കൊടുത്തു. അപ്പോൾ അവിടെ താഴെ 1 വന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, ടെക്സ്റ്റ് കോപ്പി പേസ്റ്റ് ചെയ്തു അല്ലേ. ആ രീതിക്ക് നമ്മൾ ഫുട് നോട്ട് ചെയ്തു. എൻഡ് നോട്ടും നമ്മൾ അതേ രീതിക്ക് തന്നെയാണ് ചെയ്തത്. ഓക്കെ, ഇനി അതിൻ്റെ ശേഷം നമ്മൾ എന്താ ചെയ്തത്, ഹെഡർ കൊടുത്തു, ഫൂട്ടർ കൊടുത്തു, പിന്നെ നമ്മൾ ഉള്ളടക്ക പട്ടിക കൊടുത്തു അല്ലേ. ഉള്ളടക്ക പട്ടിക കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്ത്, സ്റ്റൈല് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഉള്ളടക്ക പട്ടിക കൊടുക്കാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടില്ല. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണിത്. ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് റീഡ് ചെയ്യണം. കാരണം ടെക്സ്റ്റിലെ ഓരോ വരികളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ നെക്സ്റ്റ് ഇയർ 10th പോകുന്ന കുട്ടികളാണ്. അപ്പോൾ അപ്പം തന്നെ ടെക്സ്റ്റ് നന്നായിട്ട് റീഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വീഡിയോ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.